ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു മുട്ടക്കറി ഉണ്ടാക്കാൻ കേട്ടോ. ലേബർ ക്യാമ്പിലെ മുട്ടക്കറി. ഓക്കെ, അപ്പം മുട്ടയൊക്കെ മേടിച്ച് ഞാൻ ഇന്ന് പാത്രത്തിനകക്കി വെച്ച് 5 മുട്ടകൾ കേട്ടോ. അപ്പം മുട്ടയൊക്കെ വെച്ച് അത് ചൂടാക്കാൻ വെച്ച് അത് നമുക്ക് പുഴുങ്ങണം. അതിൽ പുഴുങ്ങി ഏകദേശം സെറ്റപ്പായി കേട്ടോ. എന്നിട്ട് ഞങ്ങൾ നേരെ ഇഞ്ചി, പച്ചമുളക്, പിന്നെ നമ്മുടെ മുരിങ്ങയില, വെറൈറ്റി ആട്ടോ മുരിങ്ങയില, തക്കാളി, സവാള, വെളുത്തുള്ളി, ഇത്രയും ഐറ്റംസ് ഞാനെടുത്ത് ഇത് സവാള 3 എടുത്തട്ടോ. ഏകദേശം അതിന് സെറ്റപ്പാക്കി എന്നിട്ട് നേരെ ഞാനാണെങ്കിൽ എണ്ണ ഒഴിച്ചിട്ടോ. പാത്രത്തിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് നേരെ അത് ചൂടാക്കിയിട്ട് അതിലിട്ട് കുറേ കടുക് കേട്ടോ. നമ്മൾ പൊട്ടിക്കണം, കടുക് വറക്കണം കേട്ടോ. സാധാരണ കടുകൊക്കെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് വെക്കുന്ന കേട്ടോ. പക്ഷെ ഞങ്ങൾ ആദ്യമൊക്കെ ചിക്കട്ടോ അതിലിട്ട് ശകലം മുരിങ്ങയില, വെറൈറ്റി കേട്ടോ, മുരിങ്ങയില ഇടുക. അത് നേരെ സാധനമൊക്കെ അരിഞ്ഞ് സെറ്റപ്പാക്കി വെച്ചിട്ട് കേട്ടോ. 10 പച്ചമുളക്, പിന്നെ കുറേ ഇഞ്ചി ആവശ്യത്തിന് കേട്ടോ. എന്നിട്ട് തക്കാളി 1 പീസ് എല്ലാം സെറ്റപ്പാക്കി വെക്കുക. അതപ്പം ഏകദേശം കടുകൊക്കെ പൊട്ടി അങ്ങനെ തൊട്ട് നേരെ ഇട്ട് കഴിഞ്ഞിട്ടോ. ഞാനത് കാണിച്ചില്ല. സവാള അരിഞ്ഞത് ഇട്ട് ആദ്യം കേട്ടോ. എന്നിട്ട് അത് നേരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. തവി വെച്ച് ഇളക്കണം. എന്ന് വെച്ചാൽ അറിയാമല്ലോ, കറിയൊക്കെ വെക്കുന്നുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏകദേശം അത് വഴറ്റണം. ഏകദേശം ഒരു ബ്രൗൺ കളർ ആകണം കേട്ടോ. അപ്പം ഇങ്ങനെ ഞാൻ വഴറ്റിക്കൊണ്ട് 8 മിനിറ്റ് മാക്സിമം വഴറ്റണം കേട്ടോ. വഴറ്റി ഏകദേശം അത് കളറൊക്കെ വന്ന് തുടങ്ങി. കളറൊക്കെ ഏകദേശമായി കേട്ടോ. അതിലോട്ട് ഈ പച്ചമുളക് ഒരു 10 പീസ് നമ്മൾ നടുക്കൂടെ വരഞ്ഞത് വേണം കേട്ടോ. അല്ലാതെ നമ്മൾ രണ്ടായിട്ടാക്കരുത്. പകുതി നടുക്കൂടെ വരഞ്ഞ ഒരു 10 പച്ചമുളക് ഇടുക. എന്നിട്ട് തക്കാളി ഏകദേശം അത് പിടിച്ച് കഴിഞ്ഞിട്ടോ. അത് ബ്രൗൺ കളറായി. അതോട്ട് ഈ തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് 3 കൂടെ ഇളക്കുക, നല്ലപോലെ ഇളക്കുക. അപ്പം ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇളക്കിയിട്ട് ഏകദേശം അത് നമ്മളൊരു 3 മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. അടച്ച് വെച്ച് കഴിഞ്ഞ് അതിന് നേരെ വീണ്ടും അത് അടുപ്പ് തുറന്നിട്ട് നേരെ വഴറ്റുക കേട്ടോ. അത് വഴറ്റി ഏകദേശം എല്ലാം മിക്സായി, 3 ഏകദേശം മിക്സായി കഴിഞ്ഞിട്ട് നേരെ അത് മിക്സാക്കണം കേട്ടോ. നല്ലപോലെ മിക്സാക്കണം. മിക്സാക്കി കഴിഞ്ഞ് നമ്മുടെ ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളി എല്ലാം കൂടെ അരിഞ്ഞ് സെറ്റപ്പാക്കി വെച്ചിരിക്കുകയാണ്. ഇത് വെളുത്തുള്ളി നമ്മൾ ഒന്ന് ചതച്ചിട്ട് വേണം ഇടാൻ വേണ്ടി കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇഞ്ചി എടുത്തിട്ട് അതിട്ട് കേട്ടോ. ഇഞ്ചി ഇട്ട് എന്നിട്ട് വെളുത്തുള്ളി കൂടെ അത് കഴിഞ്ഞ് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് രണ്ടും കൂടെ എല്ലാം കൂടെ 5 ഐറ്റംസ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കണം കേട്ടോ. ഒരു തവി വെച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നല്ലപോലെ ഇളക്കണം കേട്ടോ. നല്ലപോലെ ഇളക്കിയിട്ട് അതൊന്ന് ഇളക്കണം. നല്ലപോലെ ഇത് മിക്സ് ആകാൻ വേണ്ടി കേട്ടോ. നല്ലപോലെ ഇളക്കിയിട്ട് അടച്ച് വെക്കണം. അടച്ചിട്ട് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ വേറൊരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇവിടെ മിക്സ് ചെയ്യണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് വറുത്തരച്ച് വെക്കുന്ന ഒരു മുട്ടക്കറി കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. നേരെ അത് സെറ്റായി അത് ഏകദേശം സെറ്റായി കേട്ടോ. എന്നിട്ട് നേരെ അതിനകത്തിട്ടിടുക. എന്നിട്ട് അതിനകത്തിട്ട് നമ്മൾ ഈ മസാലക്കൂട്ട് നമ്മുടെ ഉള്ളിക്കകത്തോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഐറ്റംസിനിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നേരെ അതൊന്ന് ഇളക്കുക, നല്ലപോലെ ഇളക്കുക കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് നേരെ നല്ലപോലെ ഇളക്കണം കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഇത് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഈ സവാളയിലൊക്കെ നല്ലപോലെ ഇളക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഓപ്പൺ ആക്കി നോക്കുക. അത് നമ്മുടെ ഈ സ്റ്റവിലെ തീയില്ലേ, അത് അടി പിടിക്കുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അതിന് വേണ്ടിയാണ് വീണ്ടും ഓപ്പൺ ആക്കിയിട്ട് ഒന്നുകൂടെ തവി കൊണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ.
ഇളകി കൊടുത്തിട്ട് ഇന്ന് പച്ചവെള്ളം ചൂടുവെള്ളം നല്ലത്. ഞങ്ങൾ ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് കേട്ടോ. ചൂടുവെള്ളം ഒരു 2 ഗ്ലാസ് ചൂടുവെള്ളം അതിനകത്തോട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണ്. മിക്സൊക്കെ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഏകദേശം ഒരു നമ്മുടെ ഈ കോഫിയുടെ നമ്മുടെ ഈ കാപ്പിപ്പൊടി ഇല്ലേ, ഏകദേശം അതൊരു കാപ്പിയുടെ കളർ കിട്ടും കേട്ടോ. കാപ്പിപ്പൊടി കളർ ഏകദേശം ഒരു കറിയായി കേട്ടോ. കറി ഏകദേശം സെറ്റായി. അത് ഇളക്കി കൊടുക്കണം, നല്ലപോലെ ഇളക്കി കൊടുക്കണം. ശകലം വെള്ളം കൂടെ എന്ന് വെച്ചാൽ അടി പിടിക്കാതിരിക്കാൻ കേട്ടോ. ശകലം വെള്ളം കൊണ്ട് നിങ്ങൾ അത് കൊടുക്കണം കേട്ടോ. ഏകദേശം സെറ്റായി കേട്ടോ. സാധനം അടിപൊളി സെറ്റായി. നിങ്ങൾ കണ്ടില്ലേ, ഇപ്പം ഏകദേശം സെറ്റായി കഴിഞ്ഞ് നേരെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ മുട്ട റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. മുട്ടയൊക്കെ നമ്മൾ 2ആക്കി സെറ്റായി കേട്ടോ. അതിൽ മുട്ട സെറ്റായിട്ട് ഇരിക്കുകയാണ്. സെറ്റായി. എന്നിട്ട് അതിൻ്റെ അകത്തിട്ട് ആ കറി ഓപ്പൺ ആക്കിയിട്ട് തുറന്നിട്ട് നേരെ ആ മുട്ട എന്നിട്ട് നമ്മളങ്ങോട്ട് സെറ്റ് ചെയ്യണം കേട്ടോ കറിക്കകത്തോട്ട്. ഫുൾ മുട്ടയൊക്കെ ഇടുന്നവരുണ്ട്. പക്ഷേ എനിക്കിഷ്ടം എപ്പോഴും ഇങ്ങനത്തെ നമ്മൾ എന്താ വെച്ചാൽ മസാല എല്ലാം കയറി പിടിക്കണം, എന്നാലേ നമ്മൾ ടേസ്റ്റായിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. ഏകദേശം മുട്ടയൊക്കെ സെറ്റായി. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പം നിങ്ങൾ എൻ്റെ പേജൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ്. എല്ലാവരും കൂടി പറയുകയാണ് കേട്ടോ. ഞങ്ങൾ ഈ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ചെയ്യുന്ന വീഡിയോ എടുത്തിടുന്നതാണ് കേട്ടോ. അല്ല നമ്മൾ വലിയ കുക്കറൊന്നും അല്ല ഈ കുക്കറി ഷോ ഒക്കെ കാണിക്കാൻ കേട്ടോ. പ്ലീസ് ഹെൽപ്പ് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. അപ്പം ലാസ്റ്റ് ഏകദേശം പക്ഷേ ഒരു ലാസ്റ്റ് ഒന്ന് ചേർക്കാനുണ്ട് കേട്ടോ, അത് മറന്നുപോയി എൻ്റെ കാര്യം. അത് പ്രത്യേകിച്ച് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി കറിക്കിൽ എന്ന് വെച്ചാൽ ഉപ്പ് ഇടണം കേട്ടോ. ഉപ്പിട്ടില്ലെങ്കിൽ എല്ലാം പൊട്ടും കേട്ടോ. അപ്പം ഞങ്ങൾ ശ്രദ്ധിക്കണം. ഉപ്പ് ഈ കറിക്ക് അത്യാവശ്യമാണ്. ഉപ്പ് ഏതൊരു കറിക്കും അത്യാവശ്യമാണ്. ഉപ്പ് അറിയാമല്ലോ. അപ്പോൾ ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഏകദേശം കറി സെറ്റായി. ഒന്ന് അടച്ച് വെക്കുക. കറി ഏകദേശം സെറ്റായി. കറി ഒന്ന് അടച്ച് വെച്ചിട്ട് നേരെ അടച്ച് വെക്കുക കേട്ടോ. അടച്ച് വെച്ചിട്ട് ശകലം കൂട്ടി വെക്കുക കേട്ടോ. ചെന്ന് തിളയ്ക്കണം, നല്ലപോലെ തിളയ്ക്കണം. ഏകദേശം അതിൽ കറി ഏകദേശം സെറ്റായി. കറിയൊക്കെ തിളച്ച് സെറ്റായി കേട്ടോ. ഇനിയിപ്പം ചോറെടുത്തിട്ട് കഴിക്കാനുള്ള അടുത്ത പരിപാടി കണ്ട. ചോറൊക്കെ റെഡിയായി, കറിയൊക്കെ ഏകദേശം സെറ്റായി. അപ്പം നിങ്ങൾ മറക്കരുത് എൻ്റെ ഈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ്. എല്ലാ ഫ്രണ്ട്സിനോടും പറയുകയാണ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.